السلام عليكم ورحمة الله. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. ثم أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. أيها الإخوة المؤمنون، أوصيكم بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا أعطيناك الكوثر فصل لربك وانحر ഇന്ന ശാനിയക ഹുവൽ അബ്തർ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, തഖ്വ ഉള്ളവരായി ജീവിക്കണം എന്ന് വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു തആല ജന്തു ലോകത്തെ സൃഷ്ടിച്ചത് സസ്യബുക്കുകളായിട്ടും മാംസബുക്കുകളായിട്ടും മിശ്ര ബുക്കുകളായിട്ടുമാണ്. സസ്യം മാത്രം കഴിക്കുന്നവര്, മാംസം മാത്രം കഴിക്കുന്നവര്, മാംസവും സസ്യങ്ങളും ആഹരിക്കുന്നവര്, ഇങ്ങനെ പല വിഭാഗങ്ങളാണ് നമുക്കറിയാം. അതിനുള്ള സംവിധാനങ്ങളും അവർക്കുണ്ട്. ഇപ്പോ സിംഹവും പുലിയൊന്നും സസ്യാഹാരം കഴിക്കൂല. അതുപോലെ തന്നെ മുയല്, ആട് തുടങ്ങിയ ജീവികളൊന്നും മാംസാഹാരം കഴിക്കില്ല. അവരുടെ ദഹന പ്രക്രിയ, അവരുടെ പല്ല് ഒക്കെ അതിനനുയോജ്യമായിട്ട്. പക്ഷെ മനുഷ്യനെ അല്ലാഹു തആല സൃഷ്ടിച്ചത് മാംസം കഴിക്കാനും പറ്റും, സസ്യങ്ങളെ ആഹരിക്കാനും പറ്റുന്ന രൂപത്തിലാണ്. വെജിറ്റേറിയനാണ്, നോൺ വെജിറ്റേറിയനുമാണ്. അതിനുള്ള ദഹനേന്ദ്രിയ വ്യൂഹമാണ് അല്ലാഹു തആല മനുഷ്യർക്ക് നൽകിയിട്ടുള്ളത്. അത് രണ്ടിനുമുള്ള സംവിധാനങ്ങൾ ആ ദഹനേന്ദ്രിയ വ്യവസ്ഥയിൽ അല്ലാഹു കൊടുത്തിട്ടുണ്ട്. മത്സ്യം കഴിച്ചാലും മാംസം കഴിച്ചാലും സസ്യം കഴിച്ചാലും ഒക്കെ നമുക്ക് ദഹിക്കും. അതിനുള്ള കഴിവ് നമ്മുടെ ആമാശയത്തിനും കുടലിനൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ പല്ലും, നമ്മുടെ അണപ്പല്ലുകളും ഉളിപ്പല്ലുകളൊക്കെ ശ്രദ്ധിച്ചാൽ അതൊക്കെ അതിന് രണ്ടിനും മാംസം ചവച്ചരക്കാനും സസ്യാഹാരം ചവച്ചരക്കാനും ഒക്കെ കഴിയുന്ന രൂപത്തിലാണ്. അപ്പോൾ മനുഷ്യന് മാംസം കഴിക്കാം. പക്ഷെ മാംസം കഴിക്കുമ്പോ ഒരു നിബന്ധനയുണ്ട്. മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അറുത്തതേ ഭക്ഷിക്കാവുന്നത്, അറവ് നടക്കണം. മൃഗത്തിന്റെ കഴുത്തില് അന്നനാളവും ശ്വാസനാളവും പ്രധാനപ്പെട്ട രണ്ട് ഞരമ്പുകളിൽ ഒരു ഞരമ്പെങ്കിലും മുറിയുകയും ചെയ്തിട്ടുള്ള, ചോര ഒഴുക്കിക്കളഞ്ഞിട്ടുള്ള അറവ് അറുത്താൽ മാത്രമേ ഒരു മൃഗത്തെയോ ഒരു പക്ഷിയെയോ ഒരു മുസ്ലിമിന് ഭക്ഷിക്കാൻ പറ്റുള്ളൂ എന്നതാണ്. അതിന് വ്യത്യസ്തമായി വേട്ട നായ പിടിച്ചു കൊണ്ടുവന്നത് ഭക്ഷിക്കാൻ ഖുർആനിലുണ്ട്. സൂറത്തുൽ മാഇദയിൽ വമാ അല്ലംതും മിനൽ ജവാരിഹി മുകല്ലിബീന തുഅല്ലിമൂനഹുന്ന മിമ്മാ അല്ലമകുമുല്ലാഹ്. നിങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത വേട്ടമൃഗം, അത് നല്ല ട്രെയിനിങ് കിട്ടിയ വേട്ടമൃഗം നിങ്ങൾക്ക് പിടിച്ചു കൊടുക്കുന്ന സാധനം നിങ്ങൾക്ക് ഭക്ഷിക്കാം. അതിനെ അറക്കേണ്ടതില്ല, ചത്താലും അതിനെ ഭക്ഷിക്കാം.
നായ നമ്മൾ കരുതിയ പോലെയല്ല. നായനെ അള്ളാഹ് വല്ലാതെ ഖുർആൻ എടുത്തു പറഞ്ഞ സംഗതിയാണ്. നമ്മുടെ ആ മനോഭാവത്തിലല്ല. പഠിച്ചു കഴിഞ്ഞ് സംസ്കാരമുള്ള നായ വലിയ സ്ഥാനമുള്ള നായയാണ്. പഠിച്ചാൽ നായ പോലും നന്നാവുന്ന ഖുർആൻ പഠിപ്പിച്ചു. നല്ല സംസ്കാരം ഉണ്ടെങ്കിൽ ആ നായക്ക് പ്രത്യേകത ഉണ്ട് എന്നാണ് ഖുർആൻ പഠിപ്പിച്ചത്. അപ്പൊ ആ നായ പിടിച്ചുകൂടുന്നത് അറുക്കാതെന്ന് ഭക്ഷിക്കാം. കടലിലെ മത്സ്യം നമുക്ക് അറുക്കാതെന്ന് ഭക്ഷിക്കാം. ജറാദ് എന്ന് പറയും, നമ്മുടെ പുൽച്ചാടി എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അതുപോലൊരു സാധനമാണ് ജറാദ്. അതിനെ വേണമെങ്കിൽ അങ്ങനെ ചത്താലും നമുക്ക് പെറുക്കി വറുത്ത് കഴിക്കാം, താല്പര്യമുള്ളൂ. വേറുള്ളതൊക്കെ അറുത്തിട്ടേ ഭക്ഷിക്കാൻ പാടുള്ളൂ. അപ്പൊ വെറുതെ നമുക്ക് അറുത്ത് ഭക്ഷിക്കാം. അതോടൊപ്പം തന്നെ സുന്നത്തായ ചില അറിവുകളും അള്ളാഹുവിന്റെ റസൂല് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. സാധാരണ മാംസത്തിന് വേണ്ടി അറുത്തുപയോഗിക്കാം. എന്നാൽ സുന്നത്തായിട്ട് തന്നെ ഒരു ആരാധനാ കർമ്മം എന്ന നിലക്ക്, അതിന് അറബിയിൽ നുസുക്ക് എന്നാണ് പറയാ. നുസുക്ക്, ആരാധനാ കർമ്മം, ബലികർമ്മം എന്ന നിലക്ക് ചില അറിവുകൾ സുന്നത്താക്കിയിട്ടുണ്ട്. അതിൽപ്പെട്ട അറിവാണ് ഉളുഹിയ്യത്ത്, അഖീഖത്ത്, ഹദിയ്, ഫിദിയ, ഇങ്ങനെ കുറെ അറിവുകളുണ്ട്. നദ്ർ, അഖീഖ നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു കുട്ടി ജനിച്ചാൽ ആ കുട്ടിക്ക് വേണ്ടി, അഖീഖ് എന്ന് പറഞ്ഞാൽ ശരിക്ക് അറവ് എന്നൊരർത്ഥമുണ്ട് മലയാളത്തിൽ. പുതിയ കുട്ടിയുടെ തലയിലുള്ള മുടിക്ക് പറയുന്ന പേരാണ് അഖീഖ്. എന്നാണ് അഖീഖ എന്ന് പറയുന്നത്. ആ മുടി കളയ, അതിനോടനുബന്ധിച്ച് അറിവ് നടത്തുക. അതൊക്കെ വലിയ ജാടയായി മാറിയിട്ടുണ്ട്. പോത്തിനെ തന്നെ കൊടുന്ന അർത്ഥത്തിലേക്ക് ചിലർക്ക് തൃപ്തിയാവില്ല. അങ്ങനെയല്ല. സുന്നത്ത് എന്ന് പറഞ്ഞാൽ ആൺകുട്ടിയാണെങ്കിൽ 2 ആടിനെ അറുക്കുക, പെൺകുട്ടിയാണെങ്കിൽ 1 ആടിനെ അറുത്താൽ മതി. അതാണ് അതിന്റെ സുന്നത്ത്, അഖീഖന്റെ സുന്നത്ത്. അതാ വീട്ടിലുള്ളവരൊക്കെ കൂടി വേവിച്ച് ആർക്കെങ്കിലും ഭക്ഷണമാക്കി കൊടുക്കുക എന്നതാണ് ഇസ്ലാമിലെ ശരിയായ സുന്നത്ത്. പക്ഷെ അതൊന്നും നടക്കുന്നില്ല. നടക്കല് ഒരു പോത്തിനെ വാങ്ങിയിട്ട് അവിടെയും നമുക്ക് നമ്മുടെ പ്രൗഢിയെ തെളിയിക്കല. അതാണ് അഖീഖ് എന്ന് പറഞ്ഞതാണ്. മനസ്സിലാക്കാത്തവര് കൃത്യമായി മനസ്സിലാക്കുക. ആൺകുട്ടിയാണെങ്കിൽ 2 ആടിനെ അറുക്കുക. കൃത്യമായി ഹദീസിൽ അതിന്റെ പ്രായവും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. 2 ആട്, പെൺകുട്ടിയാണെങ്കിൽ 1 ആട്. പിന്നൊന്നുള്ളത് ഹദിയാണ്. ഹദിയ എന്ന് പറഞ്ഞാൽ മക്കത്ത് ഹാജിമാർ അറുക്കുന്നതാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് പോയവരൊക്കെ മക്കത്ത് അറവ് നടത്തും. ഇതിന് പറയുന്ന പേര് ഹദിയാണ്. തമത്തുആയിട്ട് ഒരു ഹജ്ജ്, ആദ്യം ഉംറക്ക് പോകും, ചെന്നപാട് ഉംറ ചെയ്യും, പിന്നെ സാധാരണ തുണിക്കുപ്പായൊക്കെ മാറ്റിയിട്ട് റൂമിൽ അങ്ങനെ നടക്കും, സാധാരണ പോലെ. അങ്ങനെ തമത്തു എന്ന് പറഞ്ഞാൽ സുഖം അനുഭവിക്കുക. ആ ഇഹ്റാമിന്റെ ബുദ്ധിമുട്ടൊക്കെ മാറ്റിയിട്ട് സുഖം അനുഭവിച്ച് ജീവിക്കാം, സുഖമായിട്ട് ജീവിക്കാം, മനുഷ്യന്മാരെ പോലെ സാധാരണ പോലെ ജീവിക്കാം. അതിനുവേണ്ടി ഒരു അറിവ് നടത്തുന്നുണ്ട്. അത് മക്കയിൽ വെച്ച് നടത്തുന്ന അറിവനാണ് അങ്ങനെ പറയാം, ഹദിയ് എന്ന് പറയാം. പിന്നെ ചിലതിനൊക്കെ ഫിദിയുണ്ട്. ചില തെറ്റുകളൊക്കെ ചെയ്താല് ഒരാടിനെ അറുക്കണം, അല്ലെങ്കിൽ ഒരു ഒട്ടകത്തെ അറുക്കണം എന്നൊക്കെ ഫിദിയ ആക്കി വെച്ചിട്ടുണ്ട്. അതും ഒരു അറിവാണ്. പിന്നെ നെദറുണ്ട്. അള്ളാന്റെ പേരില് നേർച്ചയ്ക്ക, ഒരു മൃഗത്തെ അറുത്ത് പാവങ്ങൾക്ക് വാരിക്കൊടുക്കാം, നേർച്ചയ്ക്കാൽ അത് നേർച്ചയാണ്. പിന്നെയാണ് ഇപ്പൊ നാളെ നമ്മൾ നടക്കാൻ പോകുന്ന ഉളുഹിയ്യത്ത് എന്ന് പറയുന്നത്. ഉളുഹിയ്യത്ത് എന്ന് പറഞ്ഞാൽ വലിയ പെരുന്നാൾ. വലിയ പെരുന്നാളിന് പറയുന്ന പേര് ഈദുൽ അൽഹ എന്ന. അതിനങ്ങനെയാണ് പേര്, ബലി പെരുന്നാൾ. ഉറുദില് ബക്രീദ് എന്ന് പറയും. ബക്കരി പറഞ്ഞാൽ ഉറുദില് ആട് എന്നാണ് നോക്കുന്നത്. ബക്കരി ഈദാൻ, ആടിനെ അറക്കുന്ന ഈദാൻ, പെരുന്നാൾ. മറ്റ് ചിലരൊക്കെ പറഞ്ഞിട്ടുണ്ട് അൽഹ എന്ന് പറഞ്ഞാൽ ലുഹ സമയത്ത് അറക്കുന്നതാണ്. എപ്പോഴും ഉളുഹിയ്യത്ത് അറക്കാൻ പകലാ നല്ലതെന്നാണ്. അങ്ങനെ ഒരു സുന്നത്തായ കാര്യമുണ്ട്. ഉളുഹിയ്യത്ത് അറക്കൽ പകലാണ് ഏറ്റവും നല്ലത്. അതിന്റെ സമയം പെരുന്നാൾസ്കാരം കഴിഞ്ഞ ഉടനുള്ള സമയമാണ്. അതിനാണ് ലുഹ എന്ന് പറയുക, ലുഹ സമയം. ആ സമയത്ത് അറക്കുന്നത് കൊണ്ടാണ് അതിന് ഉളുഹിയ്യത്ത് എന്ന പേര് എന്നും ചില പണ്ഡിതന്മാരൊക്കെ ഭാഷാപരമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഇസ്ലാമിലെ അറിവുകൾ.
അതിൽ ഉളുഹിയ്യത്ത് വളരെ പ്രാധാന്യമുള്ള ഒന്നാണ്. ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് പറഞ്ഞത് അഫ്ളലുൽ ഇബാദാത്തിൽ ബദനിയ്യത്തി അസ്സലാ, ശാരീരികമായ ആരാധനകളിൽ വെച്ച് ഏറ്റവും പ്രാധാന്യമുള്ളതാണ് നിസ്കാരം. അത് ശാരീരികമായ ഇബാദത്താണ്. മറ്റൊന്ന് അഫ്ളലുൽ ഇബാദത്തിൽ മാലിയത്തി, ധനപരമായി ഒരു മനുഷ്യൻ നടത്തുന്ന ഇബാദത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്താണ് ഉളുഹിയ്യത്ത് എന്നാണ് ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിന്റെ സമ്പത്ത് ഉപയോഗിച്ച് ഒരു മൃഗത്തെ അറുക്കുക എന്നതാണ്. അത് ആ അറിവ് അള്ളാഹുവിന്റെ പേരിലാണ് അറുക്കുന്നത്. ഏത് അറിവും അങ്ങനെയാണ്, ബിസ്മി ചൊല്ലിയിട്ട് അറുക്കാൻ പാടും. ആ അറിവിന്റെ പരിപൂർണ ലക്ഷ്യം അത് സാധാരണ ഭക്ഷണം കഴിക്കാനുള്ളതും അങ്ങനെ അറക്കാൻ പാടും. അതിനാണ് ഹലാൽ ഫുഡ് എന്നൊക്കെ നമ്മൾ പറയാം. ഹലാൽ അള്ളാഹു അല്ലാത്തവരുടെ ഒരു പ്രീതി ഉദ്ദേശിച്ചുകൊണ്ടോ അള്ളാഹു അല്ലാത്ത മറ്റുള്ള കാര്യങ്ങൾ ഉദ്ദേശിച്ചുകൊണ്ടോ ഒന്നും അറിവ് നടത്താൻ പാടില്ല. അങ്ങനത്തെ അറിവുകൾ ജാഹിലിയ കാലഘട്ടത്തിൽ ഒരുപാടുണ്ടായിരുന്നു. നമ്മുടെ അറിവുകളും നമ്മുടെ നിസ്കാരം ഇബാദത്തും ഒക്കെ അള്ളാഹ്ക്കറിയാം. നമ്മൾ പറയാൻ അങ്ങനെ നിസ്കാരം കൈ കെട്ടിയാ പറയുന്നത് ഇന്ന സ്വലാത്ത്, ഖുർആൻ പറഞ്ഞത് ഇന്ന സ്വലാത്ത് ഉണ്ടോ, എന്റെ നിസ്കാരം, വനുസുക്കി എന്റെ ആരാധനാകർമ്മം, ബലികർമ്മം, പ്രത്യേക നുസുക്ക് എന്നാണ് ബലികർമ്മം, മഹ്യായ ജീവിതം, മമാത്തി മരണം, ലില്ലാഹി റബ്ബിൽ ആലമീൻ, അത് ലോകരക്ഷിതാവായ അള്ളാഹുവിനാണ്. ഒരു വലിയന്റെ പേരിലോ ഒരു മലക്കിന്റെ പേരിലോ ഒരു ജിന്നിന്റെ പേരിലോ ഒരു പ്രവാചകന്റെ പേരിലോ ഒരു ഖബറിന്റെ പേരിലോ ഒരു ബലിപീഠത്തിന് വേണ്ടിയിട്ടോ ഒന്നും അറിവ് നടത്താൻ പാടില്ല. ഖുർആൻ മദ്യത്തിന്റെ കൂടെ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ ഇന്നമൽ ഖംറു വൽ മൈസിർ വൽ അൻസാബ് വൽ അസ്ലാം റിജ്സുൻ മിൻ അമലി ശൈത്താൻ. വിശ്വാസികളെ, ജനങ്ങളെ, കള്ള്, അതുപോലെ തന്നെ ചൂതാട്ടം, അൻസാബ് ചില നാട്ടക്കുറികൾ, അസ്ലാം അതിലൊക്കെ ചിലർ വ്യാഖ്യാന പ്രകാരം അത് ചില ബലിപീഠങ്ങളാണ്. ബലിപീഠങ്ങളിൽ വെച്ച് അറുക്കാൻ പാടില്ല. അത് ഇസ്ലാം മുസ്ലിങ്ങൾക്ക് മാത്രമുള്ളതല്ലോ. ബലി പലയിടത്തുണ്ട്, പല മതക്കാർക്കുണ്ട്. ബലി അറുക്കുന്നവര് പല മതക്കാരും. ഖുർആൻ പറയുന്നുണ്ട് വലികുല്ലിൻ ജഅൽനാ മൻസകൻ ഹും നാസികുഹു. എല്ലാ മില്ലത്തിനും എല്ലാ മതക്കാർക്കും എല്ലാ ആളുകൾക്കും ഞാനൊരു ആരാധനാ രീതി നിശ്ചയിച്ചിട്ടുണ്ട്, ഒരു ബലികർമ്മ രീതി നിശ്ചയിച്ചിട്ടുണ്ട്. ഹും നാസികുഹു, അവരാ രൂപത്തിൽ ചെയ്യും. ചിലർ ആടിനെങ്ങനെ നീട്ടിപ്പിടിച്ചിട്ട് അലാക്കിന്റെ മഴ കൊടുത്തിട്ട് ഒരു വെട്ടുവെട്ടും, അങ്ങനെ രണ്ടും കഷ്ണാക്കും. ചിലർ ബലിപീഠത്തിലിട്ട് അറുക്കും, ചിലർ ദൈവത്തിന്റെയോ ബിംബങ്ങളുടെയൊക്കെ മുന്നിൽ പോയിട്ട് അറുക്കും. പലതിനെയും ആടിനറുക്കുന്നവരുണ്ട്, കോഴിനറുക്കുന്നവരുണ്ട്, അതുപോലെ തന്നെ മറ്റു സാധനങ്ങളെ മൃഗങ്ങളൊക്കെ അറുക്കുന്നവരുണ്ട്. അപ്പൊ ആർക്കാണെങ്കിലും മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അറിവ്, അത് ഭക്ഷണം ഹലാലാകണമെങ്കിൽ അത് അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ച് മാത്രം അറുത്തതായിരിക്കണം. ആലോചിക്കുക, ഖുർആൻ അത് എണ്ണിയത് അങ്ങനത്തെ ഗണത്തില. ഹുർരിമത്ത് അലൈക്കും, നിങ്ങൾക്ക് ഹറാമാണ്, നിങ്ങൾക്ക് ഹറാമാക്കപ്പെട്ടിരിക്കും. അൽ മൈത്തത്തു, ശവം, ശവം തിന്നാൻ പാടില്ല, ചത്തത് തിന്നാൻ പാടില്ല. വദ്ദമു, രക്തം പാടില്ല, രക്തം കുടിക്കാൻ പാടില്ല, ഹറാമാണ്. ഹുർരിമത്ത് അലൈക്കുമുൽ മൈത്തത്തു വദ്ദം വലഹമുൽ ഖിൻസീർ, പന്നി മാംസം നമുക്ക് ഹറാമാണ്, തിന്നാൻ പാടില്ല. പന്നി മാംസം നമുക്ക് തിന്നാൻ പാടില്ല. ഒമാ, അതിന്റെ കൂട്ടത്തിൽ എണ്ണിയ സാധനത്തി ഒമാ ഉഹില്ല ബിഹി ലിഗൈരില്ലാ, അല്ലാഹു അല്ലാത്തവർക്ക് വേണ്ടി ശബ്ദം ഉയർത്തപ്പെട്ടത്. അപ്പൊ ചിലരൊക്കെ പറയും, ഞങ്ങളിപ്പോ മൊയ്യദ്ദീൻ ഷേഖിന്റെ പേരിൽ ഒരു മൂരിക്കുട്ടിയെ നേർച്ചയ്ക്കാലും അറക്കുമ്പോ ഞങ്ങള് ബിസ്മി മൊഹിയദ്ദീൻ എന്ന് പറഞ്ഞല്ലോ അറക്കല്, ബിസ്മില്ലാഹി എന്ന് പറഞ്ഞിട്ടല്ലേ അറക്കല്. അതല്ല ആ ശബ്ദം. ഒമാ ഉഹില്ല ലിഗൈരില്ലാഹി ബിഹി എന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ലാത്തവരുടെ വജ്ഹ്, എന്ത് പേര് പറഞ്ഞർത്താലും കുഴപ്പമില്ല. ഈ ആടിനെ അല്ലെങ്കിൽ ഈ മൂരിക്കുട്ടിനെ, ഈ പോത്തിനെ അറുക്കുന്നത് ഏതെങ്കിലും അള്ളാഹു അല്ലാത്ത, അവൻ എത്ര വലിയ ആളാണെങ്കിലും ശരി, എത്ര വലിയ ഔലിയപ്പാപ്പാണെങ്കിലും ശരി, എത്ര വലിയ പ്രവാചകനാണെങ്കിലും ശരി,
മുഹമ്മദ് നബിക്ക് വേണ്ടിയിട്ടാണ്. റബീഉൽ അവ്വൽ മുഹമ്മദ് നബിന്റെ പേരിലാണ് അറക്കുന്നത്. പറ്റില്ല. അത് ഈ കൂട്ടത്തിലാണ്. ഏത് കൂട്ടത്തില്? പന്നി മാംസത്തിന്റെ കൂട്ടത്തിലാണ്. കൃത്യമായിട്ട് ഖുർആൻ പറയാം, ഹുർരിമത് അലൈക്കും അൽ മൈതതു വദ്ദമു വലഹമുൽ ഖൻസീർ വമാ ഉഹില്ല ലിഗൈരില്ലാഹി ബിഹി. ഇനി പറയുന്നുണ്ട് വൽ മുൻഖനിഖതു വൽ മുതറദ്ദിയതു വൻ നതീഹതു വമാ അകല സബ്ഉ ഇല്ലാ മാ ദക്കൈതു വഅൻ തസ്തഖ്സിമു ബിൽ അസ്ലാം. ഖുർആൻ പറയാം വമാ ദുബിഹ അലൻ നുസുബി. തിന്നാൻ പാടില്ലാത്തത് പറയാം. എന്തൊക്കെയാണത്? വൽ മുൻഖനിഖതു, കുടുങ്ങിച്ചത്തത്. കുടുങ്ങിച്ചത്തു, വേലിയാടുമ്പോ അല്ലെങ്കിൽ കുടുക്കപ്പെട്ടിട്ട് ചത്തുപോയത്. വൽ മുതറദ്ദിയ, മേലെന്ന് താഴത്തേക്ക് വീണ് ചത്തു. അങ്ങനെ വീണിട്ടൊരു മൃഗത്തിന് ജീവൻ പോയി തിന്നാൻ പറ്റും. വൻ നതീഹ, കൊമ്പ് കോർത്ത് കുത്തുകൂടി, രണ്ട് മൃഗങ്ങൾ തമ്മിൽ കുത്തുകൂടിയിട്ട് ചത്തുപോയി, തിന്നാൻ പാടില്ല. അതുപോലെ ഒമാ അകല സബ്ഉ, വന്യമൃഗങ്ങൾ പിടിച്ചു. കോഴിനെ കുറുക്കൻ പിടിച്ചു, പക്ഷെ ഇല്ല മതക്കയിച്ചു. കുറുക്കന്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് അറക്കാൻ കിട്ടി, ജീവണ്ട്. അറുത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് ഇത് പെടയണം എന്നാണ്. ഹയാത്ത് മുസ്തഖിറ എന്ന് അതിന് ഫിഖഹിന്റെ ഭാഷയിൽ പറയാം. എങ്ങനെയും അറുത്തുന്നാ പോരാ, അറുത്തിട്ട് കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് കയ്യും കാലും ഇട്ട് പടയണം, അതിനുള്ള അവസരം കൊടുക്കണം. അങ്ങനെ പടഞ്ഞു കഴിഞ്ഞാൽ അത് കുഴപ്പമില്ല, ഇല്ലാമതി. ബലിപീഠങ്ങളിൽ അറുക്കപ്പെട്ടത് തിന്നാൻ പാടില്ല. അപ്പൊ അത് ഹറാമാണ്, നിഷിദ്ധമാണ്. അള്ളാന്റെ വജഹ് ഉദ്ദേശിച്ച് മാത്രം അറുക്കപ്പെട്ടതിനെ തിന്നാൻ പാടുള്ളൂ എന്നുള്ളതാണ്. പഴയ കാലത്ത് ജാഹിലിയ കാലഘട്ടത്തിൽ ഇസ്ലാമിന്റെ ആദ്യകാലത്ത് തന്നെ ബലിയുണ്ട് എന്ന് ഖുർആനിൽ കാണാൻ സാധിക്കും. ആദം നബി അലൈഹിസ്സലാമിന്റെ മക്കൾ തമ്മിൽ ബലി നടത്തിയത് ഖുർആനിലുണ്ട്. അവർക്ക് വത്ലു അലൈഹിം നബഅ ഇബ്നൈ ആദമ ബിൽ ഹഖ് ഇദ് ഖറബാ ഖുർബാനൻ. ആദം നബി അലൈഹിസ്സലാമിന്റെ മക്കളുടെ കാര്യം ഒന്ന് പറഞ്ഞു കൊടുക്ക്. അവരെ പറ്റി തഫ്സീറിൽ പറയുന്നത് അതൊന്നും വിശ്വസിക്കാൻ പറ്റൂല. പേരെങ്ങനെയാണ്? ഹാബീല് ഖാബീല്. വേണമെങ്കിൽ വിശ്വസിക്കാം, വിശ്വസിക്കാതിരിക്കാം. അതൊക്കെ ഇസ്രായേലിയാത്ത് അതിന് പറയാം. അത് ഖുർആനും ഹദീസിനും എതിരെ. വിശ്വസിച്ചു എന്ന് കരുതിയിട്ട് ഖുർആനും ഹദീസിനും എതിരല്ല, വിശ്വസിച്ചില്ല എന്ന് കരുതിയിട്ടും ഖുർആനും ഹദീസിനും എതിരല്ല. അതുകൊണ്ട് ഹാബീൽ ഖാബീൽ എന്ന് പറയുന്ന ആദം നബി അലൈഹി ഇസ്ലാമിന്റെ രണ്ട് മക്കൾ തമ്മിൽ ബലികർമ്മം നടത്തിയ ഇത് ഖറബാ ഖുർബാനൻ. ഖുർബാനി എന്നാണല്ലോ ഇപ്പോൾ ഉറുദില് പിന്നെ ബലിക്ക് പറയാം, ഖുർബാനി എന്നാ പറയാം. നമ്മുടെ തമിഴ്നാട്ടിലൊക്കെ പോയാൽ ഒരു ഖുർബാനി എന്നാ, നമ്മളെ ഉദയ്യത്ത് അറവ് എന്നൊക്കെ പറയാം. അതേപോലെ ഇത് ഖറബാ ഖുർബാനൻ, അവർ ഖുർബാൻ നടത്തി. ഒരാളുടെ ഖുർബാൻ അല്ലാഹു സ്വീകരിച്ചു. വലം യുതഖബ്ബൽ മിനൽ ആഖിർ, മറ്റു ആളെന്ന് സ്വീകരിച്ചില്ല എന്നാണ്. ഒരാളെ അല്ലാഹു സ്വീകരിച്ചില്ല, ഒരാളെ സ്വീകരിച്ചു എന്നാണ്. അന്ന് ഖുർബാൻ നടത്തിയപ്പോ സ്വീകരിച്ചത് പിന്നെ ഹാബീൽ എന്ന് പറയുന്ന ഒരാളുടെ ഖുർബാനാണ് സ്വീകരിച്ചത്. മറ്റേ ആളത് സ്വീകരിച്ചില്ല. അന്ന് എന്തോ വെച്ച ഒരു തീ വന്ന് അതിനെ നശിപ്പിച്ചാണ് കൊണ്ടുപോകുന്ന പറയുന്നത്. എന്തോ ഒരു പരിപാടി ആയിരുന്നു, നമുക്കറിയില്ല. അതിന്റെ മുന്നേ കാലത്ത് നടന്ന കാര്യമാണ്. പക്ഷെ ഖുർആൻ ഒരു സൂചന നൽകിയിട്ടില്ല. നമുക്കതിലെ ഗുണപാഠം അതൊന്നുമല്ല. അപ്പോ മറ്റാള് പറഞ്ഞു ഖാല ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, മുത്തഖീങ്ങൾ എന്ന് സ്വീകരിക്കുള്ളൂ എന്ന് പറഞ്ഞു എന്നാണ്. ജ്യേഷ്ഠൻ അനുജൻ ജ്യേഷ്ഠനോട് പറഞ്ഞു എന്നാണ്. അനക്ക് തഖ്വ കുറവാണ്. അന്ന് ഒരു ആടിനെ കൊടുത്തപ്പോ ആടിനെ അള്ളാഹ് സ്വീകരിച്ചു കൊണ്ടുപോയി എന്നാണ്. പിന്നീട് ഇബ്രാഹിം നബിന്റെ കഥ വന്നപ്പോ ഇബ്രാഹിം നബിക്ക് അറുക്കാൻ വേണ്ടി കൊടുത്ത ആട് അതായിരുന്നു എന്ന് ചില ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അല്ലാഹു അഅലം. വിശ്വസിക്കാൻ കുഴപ്പമില്ല, വിശ്വസിച്ചിട്ടില്ല, പ്രത്യേക പ്രശ്നമൊന്നുമില്ല. ആ ആടായിരുന്നു അന്ന് കൊണ്ടുപോയ ആദം നബി അവിടുന്ന് കൊണ്ടുപോയ ആടായിരുന്നു. പിന്നീട് ഇബ്രാഹിം നബി വിശദീകരിക്കും. അപ്പൊ എന്തായിരുന്നാലും ശരി, അങ്ങനെ ഒരു ബലികർമ്മം നടന്നിട്ടുണ്ട്. ബനു ഇസ്രായേലിലും ഒരു ബലികർമ്മം നടന്നിട്ടുണ്ട്. ഖുർആനിൽ കാണാം. സൂറത്തുൽ ബഖറ, അൽ ബഖറ എന്ന പേരെന്നതാണ്. ഇന്നല്ലാഹ യഅമുറുക്കും അൻ തദ്ബഹു ബഖറ. ബനു ഇസ്രായേലിനോട് ഒരു പശുവിനെ അറുക്കാൻ പറഞ്ഞു. പശുവിനെ അറുക്കാനേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോഴേക്കോലും ചോദിക്കാൻ തുടങ്ങി, എങ്ങനത്തെ പശുവാണ്, അത് വലിയതാണോ ചെറുതാണോ മഞ്ഞയാണോ കറുപ്പാണോ, ഓരോ ചോദ്യം അനുസരിച്ചിട്ട്. അതാണ് ആവശ്യമില്ലാത്തത് ചോദിക്കാൻ നിൽക്കുന്നത്. ആവശ്യമില്ലാത്ത മസാല കുറെയൊക്കെ നമുക്കറിയാം. ഈ മസാലയൊക്കെ ചോദിക്കണതന്നെ നമുക്കറിയും പറ്റൂല എന്ന് അറിഞ്ഞുകൊണ്ടാ ചോദിക്കാം. പല കാര്യം അങ്ങനെയാണ്. അതിന് മൊയ്ലിയാരിന് സപ്പോർട്ട് ഇട്ടാൻ വേണ്ടി ചോദിക്കാം. എങ്ങനെയും ഇളവിട്ടു ചോദിക്കണ്ട. പരമാവധി നമ്മുടെ മനസ്സ് പറയണത് തന്നെയാണ് ഫത്വ. ഒരു കാര്യം നന്നോ ആകെ എന്നുള്ളത് നമ്മുടെ മനസ്സാണ് പറയും. ഒരാളെ മുതലെടുക്കാൻ പറ്റുമോ എന്നുള്ളത് മനസ്സാണ് പറയും. ഇന്നതൊക്കെ ആയ സക്കാത്ത് കൊടുക്കണോ വേണ്ടേ എന്നുള്ളത് മനസ്സാണ് പറയും. പിന്നെ അതിനൊരു മൂല്യം ചോദിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ബനു ഇസ്രായേൽക്കാർ ഇങ്ങനെ ചോദിച്ചു, ഓരോന്ന് ചോദിച്ചുണ്ടാക്കി. അപ്പൊ ആദ്യം ഒരു പശുവിനെ ഇറക്കാൻ പറഞ്ഞപ്പോ ഒരു പശുവിനെ അറുത്താൽ മതിയായിരുന്നു.
പക്ഷെ അള്ളാഹ് പറഞ്ഞിട്ട് ഇന്നഹാ ബഖറത്തുൻ ലാ ദലൂലുൻ തുസീറുൽ അർള വലാ തസ്ഖിൽ ഹർസ് മുസല്ലമത്തുൻ ലാ ശിയത ഫീഹാ, അത് ഭൂമി ഉഴുതിട്ടില്ല, അത് കളറ് സഫ്റാഉ ഫാഖി, അത് കലർപ്പുള്ള ഒരു മഞ്ഞ കളറാണ് എന്തൊക്കെയാണ് പറഞ്ഞിട്ട് ഭൂമി ഉഴുതിട്ടില്ല, അത് പിന്നെ വലിയതല്ല ചെറുതുമല്ല എന്നൊക്കെ അങ്ങോട്ട് പറഞ്ഞ് അത് പഠിപ്പിച്ചു കൊടുത്തു അൽ ബഖറയില്. അവസാനം അവർക്ക് വലിയ പ്രയാസായി. അങ്ങനെ വളരെ പ്രയാസം സഹിച്ചുകൊണ്ട് അവരങ്ങനെ അറുത്തു. ഇത് ഖതൽതും നഫ്സൻ ഫദ്ദാറഅതും ഫീഹാ, ഒരു കൊലപാതകം നടന്നപ്പോ അത് തെളിയിക്കാൻ വേണ്ടി അള്ളാഹ് കൊടുത്തതായിരുന്നു ബനൂ ഇസ്രായേൽക്കാർക്ക്. ഒരു പശുവിനെ ബലിയറുത്തിട്ട് ആ ബലിയറുക്കപ്പെട്ട പശുവിന്റെ ഒരു പാർട്ട് ഉപയോഗിച്ചിട്ട് ഈ മയ്യത്തിനൊന്ന് സ്പർശിക്കണം എന്നും ആ മയ്യത്ത് അങ്ങനെയാണെങ്കിൽ എഴുന്നേറ്റിട്ട് ഇന്ന ആളാണ് കൊലപാതകി എന്ന് പറയും. അന്നത്തെ ഒരു കുറ്റം തെളിയിക്കുന്ന ഏർപ്പാടായിരുന്നു. അത് ഖുർആനിലൊരു ചരിത്രം പറയുന്നുണ്ട്. അപ്പൊ ഖുർആനിൽ അങ്ങനെ ഒരു ബലികർമ്മം പറയും. മറ്റൊന്ന് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ബലികർമ്മമാണ്. അവസാന കാലത്ത് ഇബ്രാഹിം നബിക്കുണ്ടായ ഒരു കുട്ടിയാണ് റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ. ആ കുട്ടിങ്ങനെ വലുതായി ഫലമ്മാ ബലഗ മഅഹു സഅയ്, തന്റെ കൂടെ ഇങ്ങനെ നടക്കാനായി, ഒന്ന് പീടിയേക്ക് പറഞ്ഞയക്കാനൊക്കെ ആയ സമയത്താണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം സ്വപ്നം കാണുന്നത്. ഇന്നി അറാ ഫിൽ മനാമി അന്നി അസ്ബഹുക ഫൻദുർ മാദാ തറാ, ഞാൻ ഉറക്കത്തിൽ സ്വപ്നം കാണുന്നുണ്ട്, നിന്നെ അറുക്കണം സ്വപ്നം കാണുന്നുണ്ട്. അപ്പൊ കുട്ടി പറഞ്ഞു ഖാല യാ അബതി ഫഅൽ മാ തുമർ സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ. വാപ്പ, നിങ്ങൾ കൽപ്പിക്കപ്പെടും, നിങ്ങൾ ചെയ്താളൂ. റുഅയൽ അംബിയാഇ സാദിഖാൻ, അംബിയാക്കളുടെ സ്വപ്നം സത്യസന്ധമായിരിക്കും. അത് വഹയിന്റെ ഭാഗമാണ്. അതുകൊണ്ട് കേവലം നമ്മളൊക്കെ കാണുന്ന പോലുള്ള സ്വപ്നം അല്ല, അത് വഹയായിരുന്നു. ആ സ്വപ്നം മകൻ അറുക്കണം എന്ന് പറഞ്ഞാൽ അറുക്കണം തന്നെയായിരുന്നു. ആലോചിച്ച് നോക്കൂ, സ്വന്തം പിതാവ് മകനോട് പറയാ, മനസ്സില്ലാ മനസ്സോടെ മകനോട് പറഞ്ഞപ്പോ ആ മകൻ പറഞ്ഞു ഇഫ്അൽ മാ തുമർ, വേണ്ടത് ചെയ്യാം. ഒരു വല്ലാത്ത ഒരു പിതാവിനെ നമ്മളവിടെ കാണുന്നുണ്ട്. എത്ര പ്രയാസം ഉണ്ടാവും. നമ്മളൊക്കെ കുട്ടികളെ ഒരു പരിപാടി ഉണ്ട്, ഒരു ക്യാമ്പയിൻ ഉണ്ട്, ദീനിയായ ഒരു ക്ലാസ് ഉണ്ട്, അവിടെ വരി, രാവിലെ സമൂസയും ചായ ഉണ്ട്, പിന്നെ ഉച്ചക്ക് നല്ല ബിരിയാണി ഉണ്ട്, വൈകുന്നേരം കട്ടൻ ചായയും ബിസ്ക്കറ്റ് ഉണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ വാപ്പാര് മക്കളോട് പറഞ്ഞാൽ മക്കള് പറയും, നിങ്ങൾ വാപ്പ നിങ്ങളെ സംഘടന നിങ്ങളെ ഇതൊക്കെ ആയിട്ട് നിങ്ങൾ പോയി പണി നോക്കി, എനിക്ക് ഇവിടെ വേറെ പണി ഉണ്ട് പറയും. നമ്മളെ കുട്ടികളെ കോലാണത്. നമ്മൾ വളർത്തിണ്ടാക്കിയിട്ട് അവിടേക്കാ വളർത്തിക്കണേ. അധിക പേരേലും ആരുമില്ല, ഈ തള്ളിയും തള്ളിയും തന്നെ ഉള്ളൂ. ഇപ്പൊക്കെ തുടങ്ങിക്കണം, മനുഷ്യന്മാര് മനസ്സിലാക്കാൻ തുടങ്ങണം. വലിയ ഇതൊന്നും ഇതുകൊണ്ടില്ല. കുറെ എണ്ണത്തിന് അങ്ങനെ വളർത്തിണ്ടാക്കിയിട്ട് വയസ്സുകാലത്തൊന്നും ഒരു ഉപകാരം ഇല്ലാന്ന് മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട്. ഒരു ടൂർ കമ്പനിക്കാരൻ പറഞ്ഞത്, അതുകൊണ്ട് ടൂറിന് കണ്ടമാൻ ആളുണ്ട് എന്നാണ് മുമ്പ് പറഞ്ഞത്. അപ്പൊ എന്താ സംഗതി പറഞ്ഞാല് നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ മകൻ ഒരു മകന്റെ അർപ്പണബോധം, ഒരു രക്ഷിതാവിന്റെ അർപ്പണബോധം, സമർപ്പണം. അതാ ഇബ്രാഹിം നബി, ഇത് ഖാല ലഹു റബ്ബുഹു അസ്ലിം ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ. റബ്ബ് പറഞ്ഞു ഒന്ന് അംഗീകരിക്കണം, അനുസരിക്കണം, സമർപ്പിക്കണം എന്ന് പറഞ്ഞപ്പോ അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, ഞാൻ ലോക രക്ഷിതാവിന് സമർപ്പിച്ചു. എല്ലാം സമർപ്പിച്ചു, ജീവിതം സമർപ്പിച്ചു. ആ സമർപ്പണമാണ് റബ്ബിനെ സമർപ്പിക്കുക. സ്വന്തം മകനെ സമർപ്പിക്കണം എന്ന് പറഞ്ഞപ്പോ ആ മകനോടും പറഞ്ഞു, മകൻ തന്റെ ജീവിതം തന്റെ പിതാവിന്റെ മുമ്പിൽ സമർപ്പിച്ചു റബ്ബിനാണെങ്കിൽ. ആലോചിച്ച് നോക്കൂ, ഒരു സമർപ്പണമാണ് ബലി. അതുകൊണ്ട് ഖുർആനിൽ പറയണം, ബലിമൃഗം എന്ന് പറയുന്നത് തന്നെ ഒരു ഷിആറാണ്, അള്ളാഹുവിന്റെ ഷിആറാണ്. ബലിമൃഗങ്ങളെ കാണുമ്പോൾ അതൊക്കെ എടുത്തു പോയിക്കണം. ബലിമൃഗങ്ങളെ കാണുമ്പോൾ തക്ബീർ ചൊല്ലല് സുന്നത്താണെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ദുൽഹജ്ജ് 1 മുതൽ ബലിമൃഗങ്ങളൊക്കെ കാണുമ്പോ നമുക്കൊരു കൂറൊന്നുമില്ലല്ലോ. നമ്മളിപ്പോ ആരെങ്കിലൊക്കെ എവിടെയും വളർത്തിണ്ടാക്കിയ ഒരു പോത്തിനെ വന്ന് വാങ്ങിക്കൊടുന്ന തലേന്ന് നമ്മളെ കൊടുന്നത് അറക്കുമ്പോ നമുക്കിപ്പോ വലിയ സ്വന്തം മകനെ അറക്കുന്നതിന് പകരമായിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണിത്. നമ്മൾക്ക് ആർക്കും അങ്ങനെ തോന്നുന്നുണ്ടോ? നമുക്ക് അങ്ങനത്തെ ഒരു യാതൊരു ഒരു സമർപ്പണ ബോധവും അതിൽ തോന്നുന്നില്ല. ഖുർആൻ പറയേണ്ട വൽബുദന ജഅൽനാ ലക്കും മിൻ ശആഇരില്ലാ, ഒട്ടകങ്ങളെ അള്ളാഹുവിന്റെ ഷിആറാക്കി ഞാൻ നിശ്ചയിച്ചിരിക്കുന്നു. ലക്കും ഫിഹാ ഖൈർ, നിങ്ങൾക്കതിൽ നന്മയുണ്ട്. അതുകൊണ്ട് വദ്കുറുസ്മല്ലാഹി അലൈഹാ സവാഫ്, ഒട്ടകത്തെ വരി വരിയായി നിർത്തിക്കൊണ്ട് നിങ്ങൾ അള്ളാഹുവിന്റെ നാമം ഉച്ചരിക്കണം. നിങ്ങൾ പോയാൽ അറിയാം, ഗൾഫ് രാജ്യങ്ങളിൽ ജിദ്ദയിലൊക്കെ പോയാൽ കാണാം. അവിടെ നിങ്ങൾ പിന്നെ മജ്സർ കശാപ്പ് ശാലയിൽ പോകും, അല്ലെങ്കിൽ മിനായിലും കാണാം. മിനായിലും കണ്ടിട്ടുണ്ടാവും ചില ആളുകൾ. ഒട്ടകങ്ങൾ ഇങ്ങനെ വരി വരിയായിട്ട് നിർത്തുക, വരി വരിയായി നിർത്തിയിട്ടാണ് അറുക്കുക.
അതാ നെഹർ എന്ന് പറഞ്ഞു. ഒട്ടകത്തെ ഇങ്ങനെ കുത്തിയിട്ട് താഴത്തേക്ക് വലിക്കലാണ്. ഒട്ടകത്തെ അങ്ങനെ അറക്കുക. അങ്ങനെ നിർത്തിയിട്ട് അറക്കുമ്പോ ഫൈദാ വജബത് ജുനൂബുഹാ, അതിങ്ങനെ വീഴും. അറുത്ത് കഴിഞ്ഞാൽ അതിന് വീഴുമ്പോ ഫക്കുലൂ മിൻഹാ, നിങ്ങളൊന്ന് ഭക്ഷിക്കുക. അർത്ഥ നേരാക്കിയിട്ട് ഭക്ഷിക്കുക. കയ്യാട്ടി ചോയ്ക്കുന്നു നിങ്ങൾ ആ ഇറച്ചി കൊടുക്കണം. അത് കിട്ടുന്നു കരുതി കാത്തു നിൽക്കുന്നവരും നിങ്ങൾ കൊടുക്കണം എന്നാണ്. അവിടെ അമുസ്ലിങ്ങൾ കൊടുക്കാൻ പാടില്ല എന്നില്ല. അങ്ങനെ ചില മൊയ്ലിയന്മാർ വെറുതെ വിശ്വാസം ഉണ്ടാക്കും. നമ്മളൊരു രേഷം കിട്ടും, അല്ലെങ്കിൽ മണമൊക്കെ കേൾക്കും, ഒരല്പം ഇറച്ചി കിട്ടും എന്ന് വിചാരിച്ചിട്ട് അമുസ്ലിമാണ് അയലോക്കത്തെങ്കിലും കൊടുക്കണം. ഖുർആൻ അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. അൽ ഖാനി, എനിക്ക് ഇറച്ചി തരണം എന്ന് പറഞ്ഞു വരും ആൾക്കാര്, അവർക്ക് എന്തായാലും കൊടുക്കുക. കൈ നീട്ടി വരുന്നവര്, അതാ ഖാനി എന്ന് പറഞ്ഞു. മുഅത്തർ എന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടും, കിട്ടിയാ നന്നായിരുന്നു, ലേശം ഇറച്ചിട്ടിയാ കുഴപ്പമുണ്ടായിരുന്നില്ല എന്ന് വിചാരിക്കുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ എല്ലാരും തെരഞ്ഞു പിടിച്ച് കൊണ്ടുകൊടുക്കൊന്നും വേണ്ട. അങ്ങനെ വിചാരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്കും കൊടുക്കണം. അങ്ങനെ ഈ ഒട്ടകത്തെ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തന്നിരിക്കുന്നു എന്നാണ്. വല്ലാത്ത കീഴ്പ്പെടുത്തല. ഒട്ടക കശാപ്പശാലയിൽ ചെന്നാല് ഒരു ഒട്ടകം ഉണ്ടാവും, മുദീർ എന്ന് അതിനെ അറബികൾ പറയാം. ആ മുദീർ ഇങ്ങനെ മുന്നിൽ പോയാൽ അതിന്റെ പിന്നില് ഈ അറവ് കിട്ടാൻ വേണ്ടി വരി വരിക്ക് ഒട്ടകങ്ങൾ ഇങ്ങനെ നടന്നു പോകും. അതൊരു കാഴ്ചയാണ്. ഓരോ ഒട്ടകത്തെയും അറുക്കും, അപ്പൊക്കന്നെ ക്രെയിൻ ഉപയോഗിച്ച് മേലേക്ക് മാറ്റും. എത്ര അനുസരണത്തോടു കൂടെയാണ്. അതൊന്ന് വിരലി പിടിച്ച് രണ്ടെണ്ണം വണ്ടിയായി ഈ ചങ്ങായിമാർക്ക് പിടിച്ചാൽ കിട്ടുമോ? നിങ്ങൾ ആലോചിച്ച് നോക്കി. ഈ പൊതുയത്തിനെ കാണാം, ഒരു പോത്തും വണ്ടിയ പത്രത്തിലൊക്കെ വാർത്തയോ. അതൊക്കെ അള്ളാഹ് കീഴ്പ്പെടുത്തുക. പിന്നെ അള്ളാഹ് പറഞ്ഞൊരു കാര്യമുണ്ട്, അതിന്റെ മാംസം അള്ളാഹുവിലേക്ക് എത്തുന്നില്ല, അത് നിങ്ങൾ തിന്നു തീർക്കുക. അതിന്റെ രക്തം അള്ളാഹുവിലേക്ക് എത്തുന്നില്ല. രക്തം കുറെ ഒഴുകിക്കളഞ്ഞതുകൊണ്ട് അറബി നാടുകളിലൊക്കെ ചെന്ന അറബികളുടെ വീടിന്റെ ഗേറ്റിന്റെ അവിടുത്തെ പോലെ അറക്കുക. ആ രക്തം അങ്ങനെ കിടക്കും അവിടെ കിടന്നാൽ പിന്നെ ഉണങ്ങല്, കുറച്ച് കഴിഞ്ഞിട്ട് ഒരു വൃത്തിയാക്കും. ഒക്കെ അവരുടെ രക്തം, അതിന്റെ പ്രൗഢിയാണ്. അതുകൊണ്ട് അതൊന്നും അവിടെ എത്തുന്നില്ല. വലാകിൻ യനാലുഹു തഖ്വ മിൻകും, നിങ്ങളുടെ തഖ്വ മാത്രമാണ് എത്തുന്നത് എന്നാണ്. ആ തഖ്വയാണ് സമർപ്പണ ബോധം. അല്ലാഹു തആല ഇപ്പൊ ഏതായാലും ഒരു പോത്തിനെ പറഞ്ഞിട്ടുള്ളൂ. നിന്റെ മകനെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ എന്റെ മകനെയും റബ്ബിന് വേണ്ടി കൊടുക്കാൻ തയ്യാറാകുമെന്ന അങ്ങേയറ്റത്ത്, അതിലപ്പുറഞ്ഞൊന്നില്ലല്ലോ, അങ്ങേയറ്റത്തെ സമർപ്പണ ബോധത്തോടു കൂടി നടത്തുന്ന ഒരു ഏർപ്പാടാണ്. അല്ലാതെ പൊങ്ങച്ചത്തിനും പ്രൗഢിക്കും വേണ്ടി നടത്തുന്നതല്ല. അങ്ങനെയൊക്കെയാണ് നമ്മളൊക്കെ പലപ്പോഴും അങ്ങനെയൊക്കെയാണ് അതിൽ പെട്ടുപോകുന്നത്. അതുകൊണ്ട് അങ്ങനെയല്ല. നേരത്തെ ഞാൻ പറഞ്ഞു, ആദം നബിയുടെ ആ മക്കളുടെ കുട്ടി പറഞ്ഞില്ലേ, ഒരാൾ പറഞ്ഞു ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, മുത്തഖീങ്ങളിൽ നിന്ന് മാത്രമേ അല്ലാഹു തആല ഇത് സ്വീകരിക്കുകയുള്ളൂ എന്ന്. അപ്പൊ മുത്തഖീങ്ങളായ തഖ്വ മാത്രമേ അല്ലാഹു സ്വീകരിക്കുള്ളൂ. ആ ഒരു അർപ്പണ ബോധമാണ് ഉളുഹിയ്യത്ത്. അത് റമദാൻ, അത് പിന്നെ ഈ പെരുന്നാളിന് നിർവഹിക്കണം. ഇന്നാ അഅ്തൈനാക്കൽ കൗസർ, നബിയെ നിങ്ങൾക്ക് കൗസർ എന്ന് പറയുന്ന ആ സ്വർഗത്തിലെ പാനീയം നിങ്ങൾക്ക് തന്നിരിക്കുന്നു, നിങ്ങളാണ് അതിന്റെ ഉടമസ്ഥൻ. അതുകൊണ്ട് ഫസ്വല്ലി ലിറബ്ബിക, നിന്റെ റബ്ബിന് വേണ്ടി നീ പെരുന്നാൾ നിസ്കരിക്കണം. അങ്ങനെ അതിന് വ്യാഖ്യാനിച്ചു. പെരുന്നാൾ നിസ്കരിക്കുക. വൻഹർ, ആ നിസ്കാരം കഴിഞ്ഞാൽ ബലിയർപ്പണവും വേണം, ബലിയർക്കണം. ഒരുപാട് പണ്ഡിതന്മാർ, ഇമാം സൗരി, ഇമാം മാലിക് ഒക്കെ പറഞ്ഞിട്ടുള്ളത് അത് ഉജൂബാണ്, നിർബന്ധമാണെന്ന് പറഞ്ഞവരുണ്ട്. പക്ഷെ അങ്ങനെയല്ല. അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ സുന്നത്തുൻ മുഅക്കദ, ഒരു പ്രബലമായ സുന്നത്താണ്. പെരുന്നാളിന് നിർവഹിക്കുന്ന പ്രബലമായ സുന്നത്താണ്. അത് ബഹീമത്തുൽ അൻആമിൽ നിന്നാണ് വേണ്ടത്. ബഹീമത്തുൽ അൻആം, ബഹീമത്തുൽ അൻആം എന്ന് ഖുർആൻ പറഞ്ഞാൽ ആട്, മാട്, ഒട്ടകം, ഇതിനെ മാത്രമേ ബലിയെടുക്കാൻ പാടുള്ളൂ. ഇത് പറയാത്തൊന്നിനും പറ്റില്ല. ആന, കുതിര, കഴുത, അല്ലെങ്കിൽ വേറൊന്നും പറ്റില്ല. ഒന്നുകിൽ ആട് അല്ലെങ്കിൽ മാട്. മാട് എന്ന് പറഞ്ഞാല് പശു, മൂരി, അത് ആണും പെണ്ണും പറ്റൂട്ടോ. മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആണിനെയും പെണ്ണിനെയും പറ്റും, മൂരിയെയും പറ്റും, പശുവിനെയും പറ്റും, പോത്തിനും പറ്റും, എരുമനെയും പറ്റും. ബാക്കിയൊക്കെ നമ്മൾ പറഞ്ഞുണ്ടാക്കുന്ന പടുകളാണ്. പോത്തിനും പറ്റും, എരുമനെയും പറ്റും, ആണാടിനും പറ്റും, കൊറ്റനാടിനും പറ്റും, പെടാടിനെയും പറ്റും. ആണിനും പെണ്ണിനും അറക്കും ചെയ്യാം. അത് നമുക്ക് പരിചയമില്ലാത്തൊരു ഏർപ്പാടാണ്. പെണ്ണുങ്ങൾക്കും അറക്കാം. പെണ്ണുങ്ങൾ ഇപ്പൊ ആണുങ്ങളുടെ കൂടെ വന്ന് അറക്കണം എന്നല്ല ഞാൻ പറയണത്. ഒരു വീട്ടിലൊക്കെ ആണെങ്കിൽ ഒരു പെണ്ണിനും അറക്കാം, എല്ലാവർക്കും തന്നെ അറക്കണം എന്നില്ല. അറക്കാൻ അറിയണം കേട്ടോ, അറിയണം, അത് വേറെ വിഷയം. അപ്പൊ ബഹീമത്തുൽ അൻആം, ആട്, മാട്, ഒട്ടകം,
അതും ആയാൽ പോരാ, എന്ത് വേണം? ഇണക്കമുള്ളതാണ്. ഒരു കാട്ടുപോത്തിനെ എവിടെന്നെങ്കിലും ആട്ടിപ്പിടിച്ചു കൊടുത്തിട്ട് അറക്കാൻ പറ്റൂല. ഇണക്കമുള്ള മൃഗമായിരിക്കണം എന്നാണ്. നമുക്കിവിടെ ഇതിനൊക്കെ നേരം. ഇണക്കമുള്ള, നമ്മളോടൊന്ന് ഇണങ്ങി അതിനാണ് ഒന്ന് പിടിച്ച് വളർത്തി ഇണക്കണം എന്നൊക്കെ നമ്മൾ പറയുന്നത് സാധാരണ. എന്തായാലും ഇണങ്ങുന്ന മൃഗമാണല്ലോ നമ്മുടെ നാടൻ പോത്തുകൾ, നാടൻ ആടുകളൊക്കെ അതിന് പറ്റും. അല്ലാതെ ഈ കാട്ടാടും കല്ലാടും അങ്ങനത്തെ ആടുകളൊന്നും പിടിച്ചോടുന്ന് അല്ലെങ്കിൽ കാട്ടുപോത്തിനൊന്നും പിടിച്ചോടുന്നിട്ട് ഇറക്കാൻ പാടില്ല എന്നർത്ഥം. മനുഷ്യനോട് ഇണക്കമുള്ളതിനാണ് ബഹീമത്തുൽ അൻആം എന്ന് പറയുന്നത്. അതിനെ പാടുള്ളൂ. ഒന്നാമതായി. രണ്ടാമതായി നിശ്ചിത പ്രായമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, അഖീഖത്തിന് ഹദീസുകളിൽ നിശ്ചിത പ്രായം വന്നിട്ടില്ല. പക്ഷേ ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് ഉളൂഹിയ്യത്തിന്റെ പ്രായം തന്നെയാണ് അഖീഖത്തിന് പരിഗണിക്കേണ്ടത് എന്നാണ്. പക്ഷേ ഹദീസുകളുടെ പിൻബലമൊന്നുമില്ല. പ്രായം അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ആയാലും അഖീഖത്തിന്റെ പ്രശ്നത്തിന് പ്രശ്നമല്ല. ഞാൻ വിളിച്ചു ചോദിക്കാൻ നിൽക്കണ്ട, വലിയമാരോടൊന്നും ചോദിക്കാൻ നിൽക്കണ്ട, പ്രശ്നമല്ല. ഹഖീഖത്തിനാണെങ്കിൽ പ്രായം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയ പ്രശ്നമല്ല. എന്നാൽ ഉളൂഹിയ്യത്തിനാണെങ്കിലോ കൃത്യമായ പ്രായപരിധിയുണ്ട്. ഒട്ടകമാണെങ്കിൽ 5 വയസ്സ് പൂർത്തിയായിരിക്കണം. മുസിന്ന 5 വയസ്സ് പൂർത്തിയായിരിക്കും. അതിന്റെ താഴെയുള്ളതിനെ നമുക്ക് ബലിയെറുക്കാൻ പറ്റില്ല. മാടാണെങ്കിൽ 2 വയസ്സ് പൂർത്തിയായിരിക്കും. അതാണ് മുസിന്ന എന്ന് പറഞ്ഞാൽ മാടുകളിൽ 2 വയസ്സ് പൂർത്തിയായതാണ്. 2 വയസ്സ്. അതൊക്കെ കച്ചവടക്കാർക്ക് ഇവർക്കൊക്കെ അറിയാം, അല്ലെങ്കിൽ വളർത്തിയവർക്കൊക്കെ അറിയാം. പല്ലൊക്കെ നോക്കിയിട്ടാണ് അറിയാം. അതാണ് സിന്ന് എന്ന് പറയുന്നത്. പ്രായം നോക്കുക പല്ല് പിടിച്ചു നോക്കിയിട്ടാണ്. മൃഗങ്ങളുടെ പ്രായം നോക്കുക പല്ല് നോക്കിയിട്ടാണ്. അതിനാണ് സിന്ന്. അറബിയിലും അങ്ങനെ തന്നെ പല്ല് നോക്കി പ്രായം പറയും. അപ്പൊ പല്ല് നോക്കിയിട്ട് മുസിന്നത്ത് 2 വയസ്സാവണമെങ്കിൽ അതിന് അപ്പൊ പശുക്കള്, മൂരി, അല്ലെങ്കിൽ പോത്ത്, ആട്, പോത്ത് തുടങ്ങിയ സാധനങ്ങൾക്കൊക്കെ, എരുമ, ഇതിനൊക്കെ വേണ്ടത് 2 വയസ്സ് പൂർത്തിയായിരിക്കണം എന്നതാണ്. ആടാണെങ്കിൽ നമ്മുടെ നാട്ടിലെ മൈസ് എന്ന് പറയുന്ന കോലാട്, സാധാരണ നമ്മുടെ നാട്ടിലുള്ള സാധാ ആട്, അതിനാണെങ്കിൽ 1 വയസ്സ് പൂർത്തിയായിരിക്കും. 1 ഇയർ, ഒരു വയസ്സ് പൂർത്തിയായിരിക്കും. എന്നാൽ ചെമ്മരിയാടാണെങ്കിൽ എന്ന് പറയുന്നത്, നെയ്യാട് എന്നൊക്കെ പറയും, ചെമ്മരിയാട് പോലെയുള്ള അങ്ങനത്തെ ആടുകളാണെങ്കിൽ 6 മാസം ആയാലും മതി എന്നതാണ്. അപ്പൊ ഈ പ്രായം കൃത്യമായിരിക്കണം, അത് നമ്മൾ മനസ്സിലാക്കുക. മറ്റൊന്ന്, കൃത്യമായ ഐബുകളിൽ നിന്ന് രക്ഷപ്പെടണം. യാതൊരു തരത്തിലുള്ള ന്യൂനത ഉണ്ടാകാൻ പാടില്ല. കോങ്കണ്ണുള്ളത്, അതുപോലെ തന്നെ കൊമ്പ് പറഞ്ഞു, കൊമ്പിനെ തലപ്പത്ത് ചെറിയ പൊട്ടുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. കൊമ്പിന്റെ ഇതൊക്കെ പറഞ്ഞു പോയിട്ട് ഇവിടെ മുറിയായത്. 2 മാനദണ്ഡേ ഉള്ളൂ. ഇറച്ചിക്കും ആരോഗ്യത്തിനും കേടില്ലാത്തതെന്ന് പറയുന്നത്. ഇറച്ചിക്കും ആരോഗ്യത്തിനും കേടുണ്ടാകാൻ പാടില്ല. അപ്പോ മുടന്തുള്ളത്, അതുപോലെ തന്നെ കണ്ണിന് കാഴ്ചയില്ലാത്തത്, അതുപോലെ തന്നെ കൊമ്പ് മുറിഞ്ഞു പോയി പഴുപ്പുണ്ടായത്, മുറിവുണ്ടായത്, ഇങ്ങനത്തെ ഒന്നും പാടില്ല. ന്യൂനതയില്ലാത്തതായിരിക്കണം. 4 നിബന്ധനപ്പെട്ട 3 ഞാൻ പറഞ്ഞു. ഒന്നാമത്തെ കാര്യം, നാലാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതിന് സമയത്തായിരിക്കണം. പെരുന്നാൾ നിസ്കാരത്തിന്റെ മുമ്പ് നിർവഹിച്ചാൽ അത് സാധാരണ ഇറച്ചിയാണ്, ബിരിയാണി വെക്കാനേ പറ്റുള്ളൂ, ഉളുഹിയ്യത്താവൂല. പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞിട്ട് അയ്യാമുത്ത് തശ്രീഖിന്റെ മഗ്രിബ് വരെ സമയമുണ്ട് എന്നാണ്. അപ്പൊ 1-ാം പെരുന്നാളിന് നിസ്കാരം കഴിഞ്ഞാൽ അറവ് തുടങ്ങാം. പിന്നെ അല്ലെങ്കിൽ 2-ാം പെരുന്നാൾ പകലാ നല്ലത്, 3-ാം പെരുന്നാൾ, 4-ാം പെരുന്നാളിന്റെ മഗ്രിബ് വരെ സമയമുണ്ട്. അതിന്റെയൊക്കെ ഉള്ളില് നമുക്ക് അതിനെ അറുക്കാം. അതുകൊണ്ട് സ്വന്തം അറുക്കാൻ കഴിയെങ്കിൽ അറുക്കാം. ആരും അറവ് പഠിക്കാൻ വേണ്ടി ഉളുഹിയ്യത്തിന് അവിടേക്ക് പോകരുത് കേട്ടോ. എല്ലാരും അറവ് പഠിക്കണ ദിവസമാണ്. പാടില്ല, തെറ്റാണ്. അറവ് പഠിക്കാൻ പാടില്ല. പ്രാക്ടീസ് ഉള്ളവരാണെങ്കിൽ അവരറക്കുക. പ്രാക്ടീസ് ഉണ്ടെങ്കിൽ, അറവ് പ്രാക്ടീസ് ഉണ്ടെങ്കിൽ, ഞാൻ വാങ്ങിയതാണ് 9,000 റുപ്യ ചെലവാക്കിയിട്ട് നിങ്ങൾ അറക്കാൻ പോകരുത്. അത് മൃഗങ്ങൾ ഇടങ്ങറാക്കലാണ്, ഒരിക്കലും ചെയ്യാൻ പാടില്ല. അറവ് പ്രാക്ടീസ് ഉണ്ടെങ്കിൽ സ്വന്തം കൈകൊണ്ട് തന്നെ അറക്കാം. പ്രാക്ടീസ് ഇല്ലെങ്കിൽ അറക്കുന്നോട്ട് സന്നിഹിതരാകുക. ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് അറക്കുക. മുഴുവൻ തക്ബീർ ഒന്നും ചെല്ലേണ്ട ആവശ്യമല്ല. നമ്മൾ പാരമ്പര്യമായിട്ട് അങ്ങനെ സ്വീകരിച്ചു വരുന്നതാണ്. മുഴുവൻ തക്ബീർ വേണ്ട. ബിസ്മില്ലാ അല്ലാഹു അക്ബർ, അല്ലാഹുമ്മ ഹാദാ മിൻക വലക എന്ന് വേണമെങ്കിൽ പറയാം. അല്ലാഹു ഇത് നിന്റെ അടുത്ത് നിന്നാണ്, നിനക്കുള്ളതാണെന്നുള്ള നിയ്യത്തോടു കൂടി അതിനെ അറുക്കുക എന്നതാണ്. അപ്പൊ സമയത്തെ അറുക്കാൻ പാടുള്ളൂ. ഇത്രയും കാര്യം ശ്രദ്ധിക്കണം. മറ്റൊരു കാര്യം, ഇന്നലെ ഡൽഹി ഇമാം പ്രഖ്യാപിച്ചതുപോലെ എല്ലാവരും ഒരേ വികാരമുള്ളവരാവില്ല. പല മതങ്ങളുണ്ട് അവിടെ. തീരെ അറവ് വേണ്ടാറുന്നവരുണ്ട്, മൃഗങ്ങളെ സ്നേഹിക്കുന്നവരുണ്ട്. ഇങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോൾ അവരുടെയൊക്കെ ഒരു പൊതുവികാരം വ്രണപ്പെടുത്തിക്കൊണ്ട് ഒരിക്കലും നമ്മൾ ഒരു ബലികർമ്മം നടത്താൻ പാടില്ല. അതുകൊണ്ട് തന്നെ അത് ഫോട്ടോ എടുക്കുക, അത് ഫേസ്ബുക്കിൽ ഇടുക, അത് അവിടെ ഇവിടെയൊക്കെ പ്രചരിപ്പിക്കുക, അതൊന്നും പാടില്ല. ഒരു ഒഴിഞ്ഞ സ്ഥലത്ത്, ആരും കാണാത്തവർക്കൊക്കെ തന്നെയാണ് നല്ലത്. ഒഴിഞ്ഞ സ്ഥലത്തൊക്കെ വെച്ചിട്ട്, അതുപോലെ ഒരു മൃഗം പോലും കാണാൻ പാടില്ല. ഒരു മൃഗത്തെ അറക്കണത് മറ്റേ മൃഗം കാണാൻ പാടില്ല. കത്തിക്ക് നല്ല മൂർച്ച ഉണ്ടായിരിക്കണം.
പ്രാക്ടീസ് ഉള്ള അറക്കണം. അത് ആ കാരുണ്യപരമായ കാര്യങ്ങളൊക്കെ ചെയ്യണം. എന്നാൽ അത് നിർബന്ധമാണേനും അത് ചെയ്യും വേണം, അറിവും വേണം. അപ്പൊ അതുപോലെ മറ്റുള്ളവരെ വ്രണപ്പെടുത്തിക്കൊണ്ടും ഒരു വൈകാരികമായിട്ടാവരുത് നമ്മുടെ പരികർമ്മം. അർപ്പണബോധത്തോടുകൂടി പരിപൂർണ തഖ്വയോടുകൂടി അത് മാത്രമേ അള്ളാഹ് സ്വീകരിക്കുള്ളൂ എന്നാണ്. വേറൊന്നും അള്ളാഹ് സ്വീകരിക്കൂല. ഈ തഖ്വ നമ്മുടെ മാനസികാവസ്ഥ മാത്രമേ ഇതുകൊണ്ടൊക്കെ അള്ളാഹ് സ്വീകരിക്കുള്ളൂ. ബാക്കിയുള്ളവർക്ക് ഇറച്ചി കിട്ടും, അവരുടെ ഓരോ പൊതി കിട്ടും എന്നല്ലാതെ വേറെ ഒന്നുമില്ല. അപ്പൊ ഇത് മാത്രം അത് നമ്മൾ ശ്രദ്ധിക്കണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ-ആഖിബത്തു ലിൽ-മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വസല്ലി വസല്ലിം അലാ ഖാതിമിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. തഖ്വല്ലാഹി ഇബാദല്ലാഹ്. ബഹുമാന്യരെ, ഇൻഷാ അല്ലാഹ് നാളെ പെരുന്നാളാണ്. നമ്മുടെ പള്ളിയിൽ വെച്ചാണ് പെരുന്നാൾ നിസ്കാരം നടക്കുന്നത്. നമ്മുടെ ഈദ്ഗാഹിന് അവിടെ സൗകര്യമില്ല, മഴ പെയ്തതുകൊണ്ട് അവിടെയൊക്കെ വെള്ളവും ചളിയൊക്കെ ആയിട്ടുണ്ട്. അങ്ങനെ തന്നെയാണല്ലോ. പള്ളിയിൽ ഗ്രൗണ്ടിൽ ആണ് നല്ലത്, എല്ലാവരും അതിന് പങ്കെടുക്കണം, അങ്ങനെയൊക്കെയാണ് നിയമം. പക്ഷേ മഴ ഉണ്ടെങ്കിൽ വിധങ്ങള് പള്ളിയിലായിരുന്നു പെരുന്നാൾ നമസ്കാരം നിർവഹിച്ചിരുന്നത്. നമുക്കിവിടെ സൗകര്യമില്ലാത്തത് കൊണ്ട് പള്ളിയിൽ വെച്ചായിരിക്കും. കൃത്യം 7:30. നമുക്ക് വൈകാൻ പാടില്ല, കാരണം വൈകിക്കഴിഞ്ഞാൽ നമുക്ക് ഉളുഹിയത്തിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതുകൊണ്ട് തിരക്കുണ്ടാവും, പിന്നെ കശാപ്പുകാരുടെ പ്രശ്നങ്ങൾ ഉണ്ടാവും, അപ്പൊ ഒക്കെ വൈകും, എല്ലാം വൈകും. അതുകൊണ്ട് കൃത്യം 7:30 തന്നെ എല്ലാവരും പള്ളിയിലെത്താം. ഏറ്റവും നല്ല പുതിയ വസ്ത്രം ധരിക്കാം. നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. സുഗന്ധം പൂശുക, കുളിക്കുക, ഭംഗിയാകുക, എല്ലാവരും വരിക. പിന്നെ സ്ത്രീകൾ വരികയാണെങ്കിൽ അവർ ആർത്തവക്കാരികൾ വരാൻ പാടില്ല, വന്നാൽ തന്നെ പള്ളിയിൽ കയറാൻ പാടില്ല. പള്ളിയാവുമ്പോൾ ഈദ്ഗാഹ് അതിനൊക്കെ വേണ്ടിയിട്ടാണ്, ഒരു ഖുതുബ കേൾക്കണം എന്നൊക്കെയാണ്, അതിനൊക്കെയാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അറിയുന്ന കാര്യങ്ങൾ കൂടുതൽ വിശദീകരിക്കുന്നില്ല. പള്ളിയിൽ വന്നാൽ 2 റക്അത്ത് തഹിയ്യത്ത് നിസ്കരിച്ചിട്ട് നിങ്ങൾക്ക് ഇരിക്കാം, വിരോധമല്ല. ഈദ്ഗാഹിലെ തഹിയ്യത്ത് ഇല്ലായുള്ളൂ. ചില ആൾക്കാർ തെറ്റിദ്ധരിച്ചിട്ട് ഈദ്ഗാഹിൽ തഹിയ്യത്തിലാണ്, പള്ളി അല്ലാത്തതാണ്. പള്ളിയിൽ നേരത്തെ വന്ന് 2 റക്അത്ത് നിസ്കരിച്ച് ഇരുന്ന് തക്ബീർ ഉറക്കെ ചെല്ലുക എന്നതിന്റെ സുന്നത്ത്, അതൊക്കെ നമ്മൾ നടപ്പാക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكن من الخاسرين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الدين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم.